ഹലോ ഹായ് എല്ലാവർക്കും ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് നമ്മളൊരു ഷെയർഡ് ഹോസ്റ്റിങ്ങും ക്ലൗഡ് ഹോസ്റ്റിങ്ങും തമ്മിലുള്ള വ്യത്യാസമാണ്. ഈ ഒരു ഹോസ്റ്റിംഗ് പ്ലാനിൻ്റെ കമ്പാരിസൺ നമ്മൾ ചെയ്യുന്നത് ഹോസ്റ്റിംഗ് പ്ലാറ്റ്ഫോം ഉപയോഗിച്ചിട്ടാണ്. ഹോസ്റ്റിംഗ് പ്ലാറ്റ്ഫോം എന്തുകൊണ്ടാണ് പറയുന്നത് ഏറ്റവും ബെസ്റ്റും ചീപ്പസ്റ്റുമായിട്ടുള്ള നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന നല്ലൊരു ഹോസ്റ്റിംഗ് പ്ലാനാണ് ഈ ഹോസ്റ്റിംഗർ നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. ഹോസ്റ്റിംഗറുടെ ബാക്ക് എൻഡ് ഇൻ്റർഫേസ് എന്ന് പറയുന്നത് വളരെ യൂസർ ഫ്രണ്ട്ലിയാണ്. ഒരു യൂസർ ഫ്രണ്ട്ലി എന്തുകൊണ്ടാണ് നമ്മൾ പറയുന്നത്, നമുക്കിപ്പോൾ ജിമെയിൽ ഉപയോഗിക്കുന്നവരുണ്ടാകും, പല ഇമെയിൽ ഐ ഡികൾ ഉപയോഗിക്കുന്നത്, എന്നാലും കൂടുതലും ആളുകൾ ജിമെയിലാണ് ഉപയോഗിക്കുന്നത്. അതിൻ്റെ കാരണം എന്താ, അത് യൂസർ ഫ്രണ്ട്ലി ആയതുകൊണ്ടാണ്. അതുപോലെ തന്നെയാണ് നമ്മൾ ഈ ഹോസ്റ്റിംഗ് ഉപയോഗിച്ചുകൊണ്ട് വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്യുമ്പോഴും വളരെ യൂസർ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോമാണ് നമുക്ക് ലഭിക്കുന്നത്. ഹോസ്റ്റിംഗർ ഉപയോഗിച്ച് നിങ്ങൾക്കൊരു വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. കൂടാതെ എൻ്റെ ഒരു സ്പെഷ്യൽ കൂപ്പൺ കോഡും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അത് ഉപയോഗിച്ച് വേണമെങ്കിൽ നിങ്ങളുടെ ഒരു വെബ്സൈറ്റ് ഹോസ്റ്റിംഗ് പ്ലാൻ ചൂസ് ചെയ്യാം. അപ്പോൾ നമുക്കിതിൻ്റെ കമ്പാരിസണിലേക്ക് പോകുന്നതിന് മുന്നേ എൻ്റെ ഈ യൂട്യൂബ് ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ മനസ്സിലാക്കുക, കൂടുതലും യൂട്യൂബിനെ കുറിച്ചും ഡിജിറ്റൽ മാർക്കറ്റിങ്ങിനെ പറ്റിയും വെബ്സൈറ്റ് ക്രിയേഷനെ പറ്റിയും ഡിജിറ്റൽ മാർക്കറ്റിംഗ് ടൂൾസിനെ പറ്റിയൊക്കെയുള്ള സ്പെഷ്യൽ വീഡിയോസാണ് ഞാൻ ഈ ചാനൽ കൂടുതലും അപ്ലോഡ് ചെയ്യുന്നത്. നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞ പോലെ തന്നെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ കൊടുത്തിരിക്കുന്ന ഈ ലിങ്ക് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. hostingr.com/Subin Yoosuf എന്നുള്ളത്. നിങ്ങൾക്ക് എന്തെങ്കിലും രീതിയിലുള്ളൊരു ടെക്നിക്കൽ ഹെൽപ്പ് എൻ്റെ ഭാഗത്തുനിന്ന് ചെയ്യണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇതുപയോഗിച്ച് പർച്ചേസ് ചെയ്ത് അതിൻ്റെ ഡീറ്റെയിൽസ് എനിക്ക് ഷെയർ ചെയ്യുകയാണെങ്കിൽ, എൻ്റെ ഇമെയിലിലേക്ക് ഷെയർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് നിങ്ങളെ ഏതെങ്കിലും തരത്തിൽ ഹെൽപ്പ് ചെയ്യാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ എൻ്റെ കൂപ്പൺ കോഡ് നിങ്ങൾക്ക് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ 10% വരെ ഡിസ്കൗണ്ട് ലഭിക്കാനുള്ള ചാൻസ് നിങ്ങൾക്കുണ്ട്. നമുക്ക് നമ്മുടെ ഹോസ്റ്റിംഗറുടെ മെയിൻ സൈറ്റിലേക്ക് പോകാം. ഹോസ്റ്റിംഗർ ഇന്ത്യയിൽ നിന്നാണെങ്കിൽ hostingr.in എന്നുള്ള സൈറ്റിലായിരിക്കും നിങ്ങൾ എത്തുക. അപ്പോൾ ഇവിടെ എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് ടൈപ്പ് ഓഫ് ക്ലൗഡ് ഹോസ്റ്റിങ്ങുകളുണ്ട്. അതുപോലെ തന്നെ ഷെയർഡ് ഹോസ്റ്റിംഗ് പ്ലാനുകളുമുണ്ട്. സാധാരണ രീതിയിൽ നമ്മൾ സൈറ്റിൽ എത്തിക്കഴിഞ്ഞാൽ വെബ് ഹോസ്റ്റിംഗ് പ്ലസ് ഡൊമൈൻ എന്നുള്ള രീതിയിലുള്ള, അല്ലെങ്കിൽ ഇവരുടെ ഒരു കറൻ്റ്ലി എന്തെങ്കിലും ഉള്ള ഒരു ഓഫേഴ്സ് വല്ലതും ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ നമ്മുടെ ഈ ഒരു സൈറ്റിൽ കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ഇത് എത്തിക്കഴിയുമ്പോൾ തന്നെ നിങ്ങൾ നോക്കുക, ഹോസ്റ്റിങ്ങിനൊപ്പം തന്നെ ഡൊമൈൻ നമുക്ക് ഫ്രീ ആയിട്ട് ഇവർ നൽകുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഡൊമൈൻ സാധാരണ മറ്റുള്ള പ്ലാറ്റ്ഫോമുകളിൽ നമ്മളൊരു 1000 രൂപയുടെ അടുത്ത് പൈസ കൊടുത്ത് വാങ്ങേണ്ടതാണ്. പക്ഷെ അത് ഹോസ്റ്റിങ്ങിനൊപ്പം തന്നെ നമുക്ക് ഫ്രീ ആയിട്ട് ലഭിക്കുമെന്നുള്ളതാണ്. ഇതുകൂടാതെ താഴേക്ക് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ബെസ്റ്റ് വെബ് ഹോസ്റ്റിംഗ് എന്നുള്ള ഏരിയയിലേക്ക് നമ്മൾ എത്തുക. ഈ വെബ് ഹോസ്റ്റിങ്ങിൽ 3 ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ഹോസ്റ്റിംഗ് പ്ലാനുകൾ ഇവരിവിടെ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ 3 ഹോസ്റ്റിംഗ് പ്ലാനുകളിൽ ഇതെല്ലാം ഷെയർഡ് ഹോസ്റ്റിംഗ് ആണ്, ആദ്യം മനസ്സിലാക്കുക. അപ്പോൾ നമുക്ക് തോന്നും എന്താണ് ഷെയർഡ് ഹോസ്റ്റിംഗ് എന്ന്. ഷെയർഡ് ഹോസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ നമുക്കൊരു സെർവർ സ്പേസ് ഉണ്ടാവും, പക്ഷെ അത് നമ്മളുടെ മാത്രമല്ല, ഒരുപാട് സൈറ്റുകൾ അറ്റ് എ ടൈം ഈ ഒരു സെർവറിനകത്ത് ഈ ഒരു സെർവർ സ്പേസ് യൂസ് ചെയ്യുന്നുണ്ടാവും. അതുകൊണ്ട് തന്നെ അതിനെ ഷെയർഡ് ഹോസ്റ്റിംഗ് എന്ന് പറയുന്നത്. ഒരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു അപ്പാർട്ട്മെൻറ്റിലൊക്കെ താമസിക്കുന്ന പോലെ, വലിയൊരു അപ്പാർട്ട്മെൻറ്റിൽ ഒരുപാട് ആളുകൾ താമസിക്കാറില്ലേ എന്ന് പറഞ്ഞതുപോലെ ഷെയർ ചെയ്യുന്ന ഒരു സ്പേസ് ആയിരിക്കും ഈ ഷെയർഡ് ഹോസ്റ്റിംഗ്. അതിൽ തന്നെ നമുക്ക് തരുന്ന സ്പേസിനും ഫീച്ചേഴ്സിലുമൊക്കെ ചെറിയ ഡിഫറൻസ് ഉള്ളതാണ് ഈ പറഞ്ഞിട്ടുള്ള സിംഗിൾ വെബ് ഹോസ്റ്റിംഗ്, പ്രീമിയം വെബ് ഹോസ്റ്റിംഗ്, ബിസിനസ് വെബ് ഹോസ്റ്റിംഗ് എന്ന് പറയുന്ന ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് പ്ലാൻസ്. ഇതിനകത്ത് തന്നെ നോക്കുക, സിംഗിൾ വെബ് ഹോസ്റ്റിംഗ് എന്ന് പറയുമ്പോൾ നമുക്ക് ഒരു വെബ്സൈറ്റ് ആണ് നമുക്ക് അവിടെ ഹോസ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കുക. അതായത് നമുക്ക് ഒരേ ഒരു വെബ്സൈറ്റ് മാത്രമേ ആ പ്ലാനിൽ ഹോസ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കത്തുള്ളൂ. അതിന് അവർ നൽകുന്ന സ്പേസ് എന്ന് പറയുന്നത് 30 GB SSD സ്റ്റോറേജ് ആണ് അവർ നൽകുന്നത്. ഇതുകൂടാതെ തന്നെ 1000 മന്ത്ലി വിസിറ്റ്സ് ആണ് അവർ പറയുന്നത്. നമ്മുടെ ആ ഒരു വെബ്സൈറ്റിലേക്ക് ഒരു മാസം നമുക്ക് 1000 വിസിറ്റുകൾ ഉണ്ടായാലാണ് ഈ ഒരു ഒരു സാധാരണ സൈറ്റുകൾക്ക്, അല്ലെങ്കിൽ ഒരു സാധാരണ ഒരു സ്റ്റാർട്ടപ്പ് സൈറ്റുകൾക്കൊക്കെ ഈ ഒരു പ്ലാൻ മതിയാവും. ഇതിന് നമുക്കൊരു ഇമെയിൽ അക്കൗണ്ട് ഫ്രീ ആയിട്ട് ക്രിയേറ്റ് ചെയ്യാം. ഫ്രീ SSL സർട്ടിഫിക്കറ്റ് അതിവരെ നമുക്ക് ഫ്രീ ആയിട്ട് നൽകുന്നുണ്ട്. എന്താണ് അപ്പോൾ SSL സർട്ടിഫിക്കറ്റ് എന്ന് ചോദിച്ചാൽ, നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും, ഇപ്പോൾ ഈ ഒരു സൈറ്റിൻ്റെ ഹോസ്റ്റിംഗർ ആണെങ്കിലും ഏത് സൈറ്റിൻ്റെ എടുക്കുമ്പോഴും മുകളിൽ ഒരു ലോക്ക് സിമ്പിൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഒരു ലോക്ക് സിമ്പിൾ, അതാണ് SSL സർട്ടിഫിക്കറ്റ്. നമ്മുടെ വെബ്സൈറ്റ് സെക്യൂർ ആണ് എന്ന് സെർച്ച് എഞ്ചിനുകളെ സൂചിപ്പിക്കുന്നതും സെക്യൂർ ആക്കുകയും, മാൽവെയർ അറ്റാക്ക് എന്നും നമ്മുടെ വെബ്സൈറ്റിൽ ഒരു യൂസർ വന്ന് ഡേറ്റ ഒക്കെ സബ്മിറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതൊന്നും ലീക്കായി പോകാതെയൊക്കെ ഇരിക്കാൻ നമ്മുടെ വെബ്സൈറ്റിൽ വരുന്ന എല്ലാ കാര്യങ്ങളെയും പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ് ഈ SSL സർട്ടിഫിക്കറ്റ്. SSL സർട്ടിഫിക്കറ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ SSL സർട്ടിഫിക്കറ്റ് എടുക്കാതിരിക്കരുത്. അതുകൂടാതെ അത് നമുക്ക് ഇവിടെ ഫ്രീ ആയിട്ട് നൽകുന്നുണ്ട്. ഫ്രീ ഡൊമൈൻ നമുക്ക് ഈ സാധാരണ പ്ലാനിൽ, ബിഗിനർ പ്ലാനിൽ, നമുക്ക് സിംഗിൾ വെബ് ഹോസ്റ്റിംഗ് പ്ലാനിൽ ഫ്രീ ഡൊമൈൻ ലഭിക്കുന്നില്ല. ഇതിനകത്ത് പിന്നെയുള്ളത് വേഡ്പ്രസ് ഉണ്ട്. അതുപോലെ തന്നെ വേഡ്പ്രസ് ആക്സിലറേഷൻ,
30 days മണി ബാക്ക് ഗ്യാരണ്ടി ഉണ്ട്. അതായത് നമ്മളിപ്പോൾ പൈസ കൊടുത്ത് നമ്മൾ വാങ്ങിയാലും നമ്മൾ എന്തെങ്കിലും കാരണവശാൽ നമുക്കിത് ഇഷ്ടപ്പെടുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് 30 ദിവസത്തിനുള്ളിൽ ഇവരോട് റീഫണ്ട് ചോദിക്കാം. നമുക്ക് ആ മുഴുവൻ എമൗണ്ട്, നമ്മൾ മുടക്കിയ മുഴുവൻ എമൗണ്ട് നമുക്ക് തിരിച്ചു നൽകുന്നതുമാണ്. അപ്പോൾ ഇത്രയും ഫീച്ചേഴ്സ് ഉള്ള ഒരു പ്ലാനാണ് സിംഗിൾ വെബ് ഹോസ്റ്റിംഗ്. സിംഗിൾ വെബ് ഹോസ്റ്റിങ്ങും പ്രീമിയം വെബ് ഹോസ്റ്റിങ്ങും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത്, അതിന് വരുന്ന കോസ്റ്റ് ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. 159 രൂപ പെർ മന്ത് എന്നുള്ള രീതിയിലാണ് കാണിക്കുന്നത്. 100 വെബ്സൈറ്റുകൾ വരെ നമുക്ക് ആ ഒരു ഒറ്റ സിംഗിൾ പാക്കേജ്, അതായത് നമുക്ക് ഒരു സൈറ്റ് അല്ല, ഒന്നിൽ കൂടുതൽ സൈറ്റുകൾ, ഒരു 3 സൈറ്റൊക്കെ ഉണ്ടെങ്കിലും നമുക്ക് കുഴപ്പമൊന്നുമില്ല. കാരണം ഈ ഒരു ഒറ്റ ഹോസ്റ്റിംഗ് പ്ലാനിൽ തന്നെ നമുക്ക് ആ ഡൊമൈൻ സെപ്പറേറ്റ് കണക്ട് ചെയ്യാം. ഈ ഒരു പ്ലാൻ നമ്മൾ ചൂസ് ചെയ്യുമ്പോൾ നമുക്ക് ഒരു ഡൊമൈനാണ് ഫ്രീ ആയിട്ട് ലഭിക്കുക. ഒരു ഡൊമൈനാണ് നമുക്ക് ഫ്രീ ആയിട്ട് ലഭിക്കുക. പിന്നീട് ഡൊമൈൻ വേണമെന്നുണ്ടെങ്കിൽ ആ ഡൊമൈനുകൾ നമ്മൾ പ്രത്യേകം വാങ്ങേണ്ടി വരും. ഇതിന് നമുക്ക് പറയുന്ന മന്ത്ലി വിസിറ്റ്സ് എന്ന് പറയുന്നത് 25,000 മന്ത്ലി വിസിറ്റ് ആണ് നമ്മുടെ വെബ്സൈറ്റിലേക്ക് വന്നാലും ഈ ഒരു പ്ലാൻ മതി എന്നുള്ളതാണ്. അപ്പോൾ എല്ലാ സൈറ്റുകളും കൂടെ ചേർത്തിട്ടാണ് 25,000 മന്ത്ലി വിസിറ്റ്സ് എന്ന് ഉദ്ദേശിക്കുന്നത്. ഇതിനകത്ത് SSL സർട്ടിഫിക്കറ്റ് ഉണ്ടാവും, ഡൊമൈൻ ഉണ്ടാവും. അതുപോലെ തന്നെ ബാൻഡ് വിഡ്ത്ത് അൺലിമിറ്റഡ് ബാൻഡ് വിഡ്ത്ത് ആണ്. നേരത്തെയുള്ള പ്ലാനിൽ നമുക്ക് 100 GB ബാൻഡ് വിഡ്ത്തേ ഉള്ളൂ. ബാൻഡ് വിഡ്ത്ത് എന്താണെന്ന് ചോദിച്ചാൽ മറ്റൊന്നുമല്ല, ഒരു സ്പെസിഫിക് സമയത്തിൽ നമ്മുടെ വെബ്സൈറ്റിലേക്ക് ഉള്ള ഡേറ്റ ട്രാൻസ്ഫറിങ്ങിന് വേണ്ടി ഉള്ള ആ ഒരു കാര്യത്തിനെയാണ് ബാൻഡ് വിഡ്ത്ത് എന്ന് പറയുന്നത്. യൂഷ്വലി നമ്മൾ ഈ 100 Mbps ഇൻ്റർനെറ്റിൻ്റെ കാര്യം പറയുമ്പോൾ നമ്മൾ പറയാറില്ലേ, 100 Mbps സ്പീഡ് എന്നൊക്കെ പറയുന്നത് പോലെ പറയാൻ പറ്റുന്നൊരു കാര്യമാണ് ഈ ബാൻഡ് വിഡ്ത്ത്. അത് ഇവിടെ അൺലിമിറ്റഡ് ആണ് ഈ പ്രീമിയം പ്ലാനിൽ. അതുപോലെ തന്നെ 30 days മണി ബാക്ക് ഗ്യാരണ്ടി നമുക്ക് ഇതിനകത്തും ഉണ്ട്. അപ്പോൾ പ്രത്യേകം നോക്കുക, 30 days മണി ബാക്ക് ഗ്യാരണ്ടി ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് ഇഷ്ടമുള്ള പ്ലാൻ നമുക്ക് ചൂസ് ചെയ്യാം. പിന്നെയുള്ളത് കുറച്ചുകൂടെ പ്രീമിയം ആയിട്ടുള്ള ഒരു പ്ലാനാണ്. അതിന് അറൗണ്ട് സ്പേസും സ്റ്റോറേജും മന്ത്ലി വിസിറ്റും ഒക്കെയാണ് കൂടുതലായിട്ടും ഡിഫറൻസ് വരുന്നത്. അതിനകത്ത് ഫ്രീ CDN നമുക്ക് തരുന്നുണ്ട്. അപ്പോൾ ഈ ഏറ്റവും താഴെയുള്ള CDN എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ വെബ്സൈറ്റിൻ്റെ ലോഡിംഗ് സ്പീഡ് കുറച്ചുകൂടെ ഫാസ്റ്റ് ആക്കാനായിട്ട് ഉപയോഗിക്കുന്ന, അല്ലെങ്കിൽ നമുക്ക് സഹായമാവുന്ന ഒരു കാര്യമാണ് ഈ CDN എന്ന് പറയുന്നത്. ഇത് സാധാരണ പ്രത്യേകം പൈസ കൊടുത്തിട്ട് നമ്മൾ വാങ്ങേണ്ടതാണ്. അത് നമുക്ക് ഫ്രീ ആയിട്ട് ഇതിൻ്റെയും അപ്ഗ്രേഡഡ് പ്ലാനിൽ നമുക്ക് കിട്ടുന്നുണ്ട്. ഇത് കൂടാതെ മറ്റെന്തൊക്കെ കാര്യങ്ങളാണ് ഇവർ നൽകുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ ഇതിൻ്റെ ഒരു സെറ്റപ്പ് ചെയ്യുക, അതായത് ഒരു ഹോസ്റ്റിംഗ് പ്ലാൻ ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ അതിനെ സെറ്റപ്പ് ചെയ്യാൻ വളരെ യൂസർ ഫ്രണ്ട്ലിയാണ്. പിന്നെ എല്ലാ വെബ്സൈറ്റുകളുടെയും സ്പീഡ് ഇവർ പ്രത്യേകം ശ്രദ്ധിക്കാറുണ്ട്. നമ്മുടെ വെബ്സൈറ്റ് ഫാസ്റ്റായിട്ട് ലോഡായി വരാൻ വേണ്ടിയുള്ള കാര്യങ്ങൾ ഇവർ ശ്രദ്ധിക്കാറുണ്ട്. വേർഡ്പ്രസ് 1 ക്ലിക്കിൽ നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യാനായിട്ട് സാധിക്കും നമ്മുടെ ഈ ഒരു ഇവരുടെ എല്ലാ ഹോസ്റ്റിംഗ് പാക്കേജുകളിലും. ഏറ്റവും അട്രാക്റ്റീവ് ആയിട്ടുള്ള കാര്യം എന്താണെന്ന് ചോദിച്ചാൽ 24/7 സപ്പോർട്ട് ഉണ്ടാവും. 365 days ചാറ്റ് സപ്പോർട്ട് നമുക്കുണ്ടാവും. അതുകൊണ്ട് തന്നെ നമുക്ക് എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇവരുടെ സപ്പോർട്ടിലൂടെ തന്നെ നമുക്ക് ക്ലിയർ ചെയ്യാനായിട്ട് സാധിക്കും. പിന്നെ യൂസർ ഫ്രണ്ട്ലി കൺട്രോൾ പാനൽ, ഞാൻ ആദ്യമേ നിങ്ങളടുത്ത് പറഞ്ഞിരുന്നു, യൂസർ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു കൺട്രോൾ പാനലാണ് നമുക്ക് ഇവർ പ്രൊവൈഡ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ഓപ്ഷനാണ് സെലക്ട് ചെയ്യേണ്ടതെന്നൊക്കെ ഒരുപാട് കൺഫ്യൂഷൻ ഒന്നും ആവണ്ട. സാധാരണ പോലെ തന്നെ നമുക്കൊരു കമ്പ്യൂട്ടറിൽ നമ്മുടെ സിസ്റ്റത്തിലെ ഫോൾഡേഴ്സ് നമ്മൾ ഓപ്പൺ ചെയ്ത് ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത് പോലെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും. പിന്നെ ഏറ്റവും ഹൈലൈറ്റ് ആയിട്ടുള്ളത് ഈ 30 day മണി ബാക്ക് ഗ്യാരണ്ടി എന്നുള്ളതാണ്. ഇതാണ് സാധാരണ രീതിയിലുള്ള ഇവർ നൽകുന്ന ഈ ഷെയർഡ് ഹോസ്റ്റിങ്ങിൻ്റെ ഡീറ്റെയിൽസ്. ഈ ഹോസ്റ്റിംഗ് എന്ന് പറയുന്ന മുകളിൽ കാണുന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ ക്ലൗഡ് ഹോസ്റ്റിംഗ് എന്ന് പറയുന്ന ഒരു ഓപ്ഷനും കൂടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. എന്താണ് അപ്പോൾ ക്ലൗഡ് ഹോസ്റ്റിംഗ് എന്നുള്ളത് ആദ്യം പറഞ്ഞുതരാം. ക്ലൗഡ് ഹോസ്റ്റിംഗ് എന്ന് പറയുന്നത്, നേരത്തെ നമ്മൾ പറഞ്ഞു ഒരു അപ്പാർട്ട്മെൻറ്റിൽ താമസിച്ച് നമ്മൾ ഓരോ അപ്പാർട്ട്മെൻറ്റും ഷെയർ ചെയ്യുന്നത് പോലെയാണ് ഷെയർഡ് ഹോസ്റ്റിംഗ്. എന്നാൽ ക്ലൗഡ് ഹോസ്റ്റിംഗ് അങ്ങനെയല്ല. നമുക്ക് തന്നെയായിട്ട് ഒരു ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു ഹോസ്റ്റിംഗ് സ്പേസ് അല്ലെങ്കിൽ ഒരു സെർവർ ഉണ്ടാവും. ഈ ക്ലൗഡ് ഹോസ്റ്റിങ്ങിന് മറ്റ് പല പ്രത്യേകതകളും കൂടെയുണ്ട്. ക്ലൗഡ് ഹോസ്റ്റിങ്ങിൽ ഇപ്പം നമുക്ക് തന്നിരിക്കുന്ന സെർവറിന് എന്തെങ്കിലും തരത്തിലുള്ള ടെക്നിക്കൽ ഇഷ്യൂസോ അല്ലെങ്കിൽ ലോഡിംഗ് സ്പീഡ് കുറയുകയോ അപ്പ് ടൈം കുറയുകയോ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മളുടെ വെബ്സൈറ്റിന് വേണ്ടി മറ്റുള്ള സെർവറുകൾ ആ ഒരു ജോലി ഏറ്റെടുത്ത് അത് പെർഫോം ചെയ്ത് നമ്മുടെ വെബ്സൈറ്റിനെ ഒരേപോലെ തന്നെ പെർഫോമൻസ് കീപ്പ് ചെയ്യുക എന്നുള്ളതാണ്. അതായത് നമ്മളുടെ ഇപ്പോൾ നമ്മുടെ കയ്യിലൊരു കമ്പ്യൂട്ടർ ഉണ്ടെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു സെർവർ ഉണ്ടെന്നുണ്ടെങ്കിൽ ആ സെർവർ ഓഫായി പോയാൽ എന്ത് ചെയ്യാൻ സാധിക്കും? കംപ്ലീറ്റ് കാര്യങ്ങളും ഡൗൺ ആവില്ലേ? എന്നാൽ ഈ ക്ലൗഡ് ഹോസ്റ്റിങ്ങിലുള്ള അതാണെന്നുണ്ടെങ്കിൽ ഒന്നും ഡൗൺ ആവില്ല.
ഒരു കാര്യത്തിന് എന്തെങ്കിലും സംഭവിച്ചാൽ മറ്റൊരു സെർവർ അത് ഏറ്റെടുത്ത് നമ്മുടെ വെബ്സൈറ്റിനെ നിലനിർത്തുമെന്നുള്ളതാണ് ക്ലൗഡ് ഹോസ്റ്റിംഗ്. അപ്പം ഒരു പ്രൊഫഷണൽ വെബ്സൈറ്റ് ഒക്കെ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക്, നിങ്ങളുടെ ബിസിനസ്സിൻ്റെയോ അല്ലെങ്കിൽ നിങ്ങളുടെ ഇ-കൊമേഴ്സ് സൈറ്റിൻ്റെയൊക്കെ സൈറ്റ് ഒരു കാരണവശാലും ഡൗൺ ആവരുത് എന്ന് ആഗ്രഹിക്കുന്നവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ ക്ലൗഡ് ഹോസ്റ്റിംഗ് ആണ് കൂടുതലായിട്ടും ചൂസ് ചെയ്യേണ്ടത്. ക്ലൗഡ് ഹോസ്റ്റിങ്ങിലും നമുക്ക് ഈ പറഞ്ഞതുപോലെ തന്നെ 30 ഡേ മണി ബാക്ക് ഗ്യാരണ്ടി ആണ്. പക്ഷേ കമ്പാരിറ്റീവ്ലി മറ്റേതിൽ നിന്നും പ്രൈസ് എന്ന് പറയുന്നത് വളരെ കൂടുതലാണ്. പക്ഷേ ഒരുപാട് സൈറ്റുകൾ ഉണ്ട് എന്നുണ്ടെങ്കിൽ മാത്രമാണ്. ഇവിടെ നോക്കുക, ഇതിൽ സ്റ്റാർട്ടപ്പ് എന്ന് പറയുന്ന പ്ലാനിന് ഒരു മാസം നമ്മൾ 799 രൂപ വീതം കൊടുക്കേണ്ടി വരും. 300 വെബ്സൈറ്റുകൾ വരെ നമുക്കിതിൽ ഹോസ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പം നമ്മളിത് ചൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്കൊരു വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്ത് കൊടുക്കുന്ന സർവീസസ് ഒക്കെ ചെയ്യാനായിട്ട് സാധിക്കും. 200 GB ആണ് SSD സ്റ്റോറേജ്, 3 GB റാം സെപ്പറേറ്റ് ആയിട്ടുണ്ടാവും, CPU, ഫ്രീ ഇമെയിൽ, ഫ്രീ SSL, ഫ്രീ ഡൊമൈൻ, ഫ്രീ CDN, ഡെയിലി ബാക്കപ്പ്, അതുപോലെ അൺലിമിറ്റഡ് ബാൻഡ് വിഡ്ത്ത്, അൺലിമിറ്റഡ് ഡേറ്റാബേസ്, ഡെഡിക്കേറ്റഡ് റിസോഴ്സസ്, ഡെഡിക്കേറ്റഡ് IP അഡ്രസ്സ്, ഫ്രീ മൈഗ്രേഷൻ എന്ന് പറയുന്നത് വേറെ ഒന്നുമല്ല, നമ്മളുടെ സൈറ്റ് ഇപ്പോൾ ഓൾറെഡി വേറെ എവിടെയെങ്കിലും ആണെന്നുണ്ടെങ്കിൽ ഇതിലേക്ക് നമുക്ക് മൈഗ്രേറ്റ് ചെയ്ത് വരും. പിന്നെ മാനേജ്ഡ് വേർഡ്പ്രസ്, മൾട്ടിപ്പിൾ ഡേറ്റാ സെൻറ്റേഴ്സ്. അപ്പോൾ മൾട്ടിപ്പിൾ ഡേറ്റാ സെൻറ്റേഴ്സ് എന്താണെന്ന് ചോദിച്ചാൽ, നമ്മളുടെ പ്രൈമറി ഓഡിയൻസ് എവിടെ നിന്നൊക്കെയാണോ അതിനനുസരിച്ച് നമ്മളുടെ വെബ്സൈറ്റിൻ്റെ ഡേറ്റ ഫാസ്റ്റായിട്ട് സെർവ് ചെയ്യാനായിട്ടുള്ള ഡേറ്റാ സെൻറ്റേഴ്സ്. ഇപ്പോൾ സാധാരണ രീതിയിൽ ഷെയർഡ് ഹോസ്റ്റിങ്ങിൽ നമുക്ക് ചിലപ്പോൾ ഇന്ത്യ ആയിരിക്കും നമ്മളുടെ പ്രൈമറി ലൊക്കേഷനെങ്കിൽ നമ്മുടെ ഡേറ്റാ സെൻറ്റർ എന്ന് പറയുന്നത് ചിലപ്പോൾ ബാംഗ്ലൂരോ ചെന്നൈയോ ഒക്കെ ആയിരിക്കാം. എന്നാൽ ഇവിടെ മൾട്ടിപ്പിൾ ഡേറ്റാ സെൻറ്റേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം US നിന്നുള്ളവർക്ക് വേണ്ടി ചിലപ്പം അതിനടുത്തുള്ള ഏതെങ്കിലും ഒരു ഡേറ്റാ സെൻറ്റർ ആയിരിക്കും. GCC കൺട്രീസിന് വേണ്ടി അതിനടുത്തുള്ളൊരു ഡേറ്റാ സെൻറ്റർ ആയിരിക്കും. അപ്പം നമ്മുടെ വെബ്സൈറ്റിന് വേണ്ടി ഡേറ്റ പല സെർവറുകളിൽ നിന്ന് സെർവ് ചെയ്ത് കൊടുക്കാനുള്ള ഒരു ഫാസ്റ്റ് സിസ്റ്റം മൾട്ടിപ്പിൾ ഡേറ്റാ സെൻറ്റേഴ്സ് ഈ ക്ലൗഡ് ഹോസ്റ്റിംഗ് ഉപയോഗിച്ച് നമുക്ക് ലഭിക്കുന്നതാണ്. അപ്പോൾ ക്ലൗഡ് ഹോസ്റ്റിംഗ് ആണ് നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു പ്രൊഫഷണൽ വെബ്സൈറ്റിനോ പ്രൊഫഷണൽ ബിസിനസ്സുകൾക്ക് വേണ്ടിയോ ചൂസ് ചെയ്യേണ്ടത്. എന്നാൽ നമ്മളൊരു സാധാരണക്കാരനാണ്, സാധാരണ രീതിയിലുള്ള സൈറ്റാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, ഒരുപാട് മന്ത്ലി വിസിറ്റ്സ് ഒന്നും ഇല്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ നേരത്തെ പറഞ്ഞതുപോലെ ഷെയർഡ് ഹോസ്റ്റിംഗ് നിങ്ങൾക്ക് ചൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ക്ലൗഡ് ഹോസ്റ്റിങ്ങും ഷെയർഡ് ഹോസ്റ്റിങ്ങും തമ്മിലുള്ളൊരു കമ്പാരിസണാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞത്. ഇന്നത്തെ ഈ വീഡിയോയിൽ എനിക്ക് നിങ്ങളുടെ അടുത്ത് കൂടുതലായിട്ട് പറയാനുള്ളത്, നിങ്ങളൊരു വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ തീർത്തും അതിൻ്റെ ഹോസ്റ്റിംഗ് പ്ലാനിനെ പറ്റിയുള്ള വ്യക്തമായ ധാരണ ഉണ്ടാക്കിയെടുക്കണം. കാരണം നമ്മുടെ വെബ്സൈറ്റിൻ്റെ ലോഡിംഗ് സ്പീഡും SEO സ്റ്റാറ്റസും എല്ലാം നിർണ്ണയിക്കുന്നതിൽ ഹോസ്റ്റിങ്ങിന് വലിയൊരു ജോലിയുണ്ട്. അതുകൊണ്ടാണ് ഹോസ്റ്റിങ്ങിനെ പറ്റി കൂടുതൽ അറിയണമെന്ന് പറയുന്നത്. അപ്പോൾ എല്ലാവരും ക്ലൗഡ് ഹോസ്റ്റിങ്ങും അതുപോലെ തന്നെ ഷെയർഡ് ഹോസ്റ്റിങ്ങും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാക്കിയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ആദ്യമായിട്ടാണ് എൻ്റെ ഈ യൂട്യൂബ് ചാനൽ നിങ്ങൾ കാണുന്നതെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. കൂടുതൽ എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന എൻ്റെ ഇൻസ്റ്റഗ്രാം അക്കൗണ്ടിൽ നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാം. അതുകൂടാതെ തന്നെ വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിലുള്ള ലിങ്കും കൂപ്പൺ കോഡും മറക്കണ്ട. നമുക്കപ്പോൾ വീണ്ടും മറ്റൊരു വീഡിയോയിൽ കാണാം. ബൈ.